വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഭയങ്കര വിഷമമായിരുന്നു. അദ്ദേഹം പിന്നെ ഒരു 3 മാസം അവർക്ക് ജോലി ചെയ്ത് കൊടുക്കണം. അപ്പം അവിടെ നിന്ന് പിന്നെ അദ്ദേഹത്തിന് BP-യും എല്ലാം കൂടി വല്ലാതൊരു ഹൈപ്പർ ടെൻഷൻ, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ പറഞ്ഞു ഇനി അവിടെ ഇരുന്ന് ജോലി ചെയ്യേണ്ട, തിരിച്ച് ചെന്നൈക്ക് തന്നെ പോരും. കാരണം നമുക്കിവിടെ ഇരുന്ന് വർക്ക് ഫ്രം ഹോം അല്ലേ, ഇവിടെ ഇരുന്ന് തന്നെ 3 മാസം ചെയ്യാം. അപ്പം വീട്ടിൽ വരുമ്പോൾ തന്നെ ഒരു ആശ്വാസം ഉണ്ടാവില്ല. 2 വർഷമായിട്ട് ഭാര്യ കുടുംബത്തെ പിരിഞ്ഞിരിക്കുന്നു, എല്ലാം മാറുമെന്ന് പറഞ്ഞ് തിരിച്ച് അദ്ദേഹം അങ്ങനെ തന്നെ കാർ ഓടിച്ച് അത്രയും ദൂരം തിരിച്ച് പൂനെയിൽ നിന്ന് തിരിച്ചിവിടെ വന്ന് ചെന്നൈയിൽ വന്ന് ജോലി ചെയ്യാൻ തുടങ്ങി 3 മാസമായിട്ട്. അപ്പം എന്നാന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ സാലറി സ്കെയിലിനനുസരിച്ച് ഒരു തിരിച്ച് ജോലി കിട്ടാൻ അത്ര എളുപ്പമല്ല. അപ്ലൈ ചെയ്തുകൊണ്ടേയിരുന്നു, ഒന്നുമില്ല. 3 മാസമായി, ടെർമിനേഷൻ കഴിഞ്ഞു, പിന്നെ അടുത്ത 4 5 മാസം. അപ്പോൾ ഞാൻ പറയും നോക്കാം, എല്ലാം ദൈവത്തിൻ്റെ ഹിതം പോലെ നടക്കട്ടെ, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 5 മാസം കഴിഞ്ഞപ്പോൾ 2 ജോലി, ഒന്ന് ഒരു ബാംഗ്ലൂരിലും ഒന്ന് ട്രിവാൻഡ്രത്തും, 2 ഒരുപോലെ വന്നു. അപ്പം ബാംഗ്ലൂർ പെട്ടെന്ന് തിങ്കളാഴ്ച ബാംഗ്ലൂർ ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ്മേറ്റിൻ്റെ ഒരു കമ്പനി ചെന്നൈയിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ശനിയാഴ്ച വിളിച്ച് അദ്ദേഹം പറഞ്ഞ് നീ എന്തുകൊണ്ടാണ് ചെന്നൈ തന്നെ എൻ്റെ കമ്പനി ജോലി ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞായറാഴ്ച വൈകുന്നേരം ബസ് കയറേണ്ട ആൾ ശനിയാഴ്ച ഈ അപ്പോയിൻമെൻറ്റ് ഓർഡർ മേടിച്ച് തിരിച്ച് ചെന്നൈ തന്നെ ആ ജോലി അദ്ദേഹത്തിന് കിട്ടി. അതാണ് 3ാമത്തെ. ഇങ്ങനെ